പ്രിയമുള്ളവരെ, ബദരീങ്ങളോട് തേടുന്നവരോട് ബദരീങ്ങളുടെ വഴിത്താരറിയണേ. ബദരീങ്ങളെ കാക്കണേ, രക്ഷിക്കണേ, നരകത്തീന്ന് രക്ഷിക്കണേ. എന്റെ വേദനകൾ അറിയില്ലേ എന്ന് പറയുന്നവരോട് ആരാ ബദരീങ്ങളെന്നറിയുമോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിൽ ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതിയെന്ന. കഴിക്കാൻ ഭക്ഷണമില്ല, മുറിഞ്ഞ വാൾത്തലപ്പുകളാണ്, ഈറ്റപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നിറഞ്ഞ അടുത്ത സഹാബത്തിന് കൈമാറിയ പട്ടിണിക്കോലങ്ങളാ. അള്ളാഹാന്റെ മാർഗത്തിനിറങ്ങിയവരാ. എന്തിനാണ് ബദർ നടന്നതെന്ന് പഠിക്കാ. അള്ളാഹാന്റെ ഖുർആന് പറഞ്ഞില്ലയോ, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയോ അള്ളാഹു ഉറക്കിക്കിടത്തുകയാ. കാരണം മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയോ? സുസജ്ജരായ 17 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷണം കഴിച്ച ശത്രുക്കളോട് ഒന്നുമില്ലാത്ത പട്ടിണിക്കോലങ്ങള് 3 ആളെ വീതം മിനിമം നേരിടാനില്ലയോ? എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? പക്ഷെ അള്ളാഹു സഹായിക്കുകയാണ്. ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാൻ അവരെ ഉറക്കിക്കിടത്തുകയാ. പക്ഷേ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവോട്. കക്ഷത്തിന്റെ വെള്ള കാണാ, ഇരു കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. അല്ലാഹുമ്മ യാ തുഗ്ലിക് ഹാദിഹിൽ ഇസാബ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന പേടിയല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീണ് പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിന് പിന്നിൽ നിന്ന് വാരി പുണർന്നിട്ട് പറയാ, മദി റസൂലേ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാ അവരുടെ നൊമ്പരങ്ങള്, എന്തിനാ അവരുടെ ത്യാഗങ്ങള്? ബദറിന്റെ രണഭൂമിയിലൂടെ ദ്വന്ദ്വയുദ്ധത്തിലൂടെ ആദ്യമായി ഷഹീദായ ഉബൈദത്തില്ലയോ, കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന് നേരെ വീണ്ടും ശത്രുവാള് കൊണ്ടാഞ്ഞു വെട്ടുമ്പോ തടുക്കാനുള്ള ശ്രമങ്ങളിലൂടെ കൈക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുകന്നു പോകുമ്പോ പ്രവാചകന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, സുഗന്ധേനുബൈദത്തെ എടുത്തത് അമ്മ, ചോരിന്തേ വരും വഴി കൊഴുകൈതമ്മ, നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശാതിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ. എന്റെ കൈ വീണ് പോയ റസൂല്, എന്റെ കാല് വീണ് പോയ റസൂല്. ബദർ യുദ്ധക്കളം വീട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാന് മോഹിച്ചവനാ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്ന് മരിച്ച ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതി പിരിയുന്ന പാരിജാതങ്ങളെ തോറ്റുപോകുന്ന പുഞ്ചിരി ഉണ്ടെങ്കിലോ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ മുഖമങ്ങ് പാടുകയാണ്, കണ്ണു നിറഞ്ഞൊലിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞില്ല, ഉബൈദ, കൊഞ്ചം ബദർ പൂച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ.
നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണ് ഉബൈദ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലോട് കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനാണെങ്കിൽ മങ്കുസ് മൗലിദിലൂടെ ഷറഫുൽ അനാമിലൂടെ മുത്തുനബിയോട് തേടുന്നവര് ആരാണ് നമ്മളുടെ പ്രവാചകൻ എന്നറിയുമോ നിങ്ങൾക്ക്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടൂ എന്ന് പ്രഖ്യാപിച്ചു പോയ പ്രവാചകനില്ലയോ? മക്ക എന്നുള്ളത് മണൽ തരികളല്ല, പാറനിബിടമാണ് മക്കയെങ്കിൽ അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ചവിട്ടി മെതിച്ചതെങ്കിൽ, അവിടെയാണ് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞതെങ്കിൽ, പറന്നു വീണ മണ്ണിനോട് മഹബത്തുള്ളവരല്ലയോ നമ്മള്? ഇരുട്ടിന്റെ മറവിലെ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ കഅബാലയത്തിന്റെ മണ്ണിൽ വന്നില്ലയോ മുത്ത് റസൂല്? ഇരുട്ടിന്റെ മറവിലെ കണ്ണീരോടെ യാത്ര പറയുമ്പോ ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കുകയാ. പിച്ച വെച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്. ആശ്വാസങ്ങളുണ്ടോ? ത്വായിഫിന്റെ മണ്ണിലും കടന്നു ചെന്നില്ലയോ? തൗഹീദ് പറയാനാണ്. ആശ്വാസം കിട്ടുമോ എന്നറിയാനാ. ചട്ടമ്പി കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോ, ബോധം പോലും കല്ലേറ് കൊണ്ട് നഷ്ടപ്പെടുമ്പോ, പിന്നീട് ബോധം വരുമ്പോ മറ്റൊരു ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോ കൂടെയുണ്ടായിരുന്ന സഹാബി വന്ന് പറയുന്നുണ്ട്, നബിയോ ഒരു തുള്ളി ദാഹജലം തന്നില്ല നബിയേ. പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാല് പെയ്തിറങ്ങിപ്പോയ നിമിഷമാ. 600 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിൽ എന്റെ ചിറക് കണ്ടോ? ചിറകിന്റെ താഴെ പർവ്വത നിരകളെ കണ്ടോ? അങ്ങൊരു വാക്ക് തന്നിരുന്നെങ്കിൽ ഇതിനിടയിൽ അവരെ ഞാൻ നശിപ്പിച്ചുകൊള്ളാം. യാ റസൂലല്ലാഹ്, വേണ്ട അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മതി എനിക്കെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ പ്രവാചകന്റെ നൊമ്പരങ്ങൾ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രവാചകനോട്, ബദരീങ്ങളോട്, ശുഹദാക്കളോട്, സ്വാലിഹീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലോട് സ്നേഹമുണ്ടോ? എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹ്, സകലതരാധരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്. നമ്മളുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, ഈ കിന്യത്തിലെ കിനിയയിലെ ജനങ്ങളോട് അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ തൗഹീദിന്റെ ശബ്ദം ഇതാ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നിന്റെ പ്രമാണങ്ങളുടെ ശബ്ദം എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നാട്ടുകാരെ, നിങ്ങളുടെ ഊഴമ ഇഷ്ടമുണ്ടോ സ്വീകരിക്ക, അല്ലെ നിങ്ങൾക്ക് തള്ളിക്കളയാ. അള്ളാന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ ഇവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാനും സാധ്യമല്ല.